നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യം കുറച്ച് സംഘർഷത്തിലായിരുന്നു. പെഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷമുള്ള യുദ്ധസമാനമായ അവസ്ഥ, പിന്നെയുള്ള വെടിനിർത്തൽ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചാണ്. അതിൽ തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. സത്യത്തിന് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത് 3 രീതിയിലുള്ള സത്യങ്ങളുണ്ട്. ഒന്ന് പ്രാതിഭാസിക സത്യം. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തുള്ളതായിട്ട് തോന്നും, പക്ഷേ യഥാർത്ഥത്തിലുള്ളതല്ല. നമ്മൾ വെയിലുള്ള ദിവസങ്ങളിൽ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ വെള്ളം പോലെ കാണുന്നത്, മരുഭൂമിയിലെ മരുപ്പച്ച, അവയൊന്നും ശരിക്കുള്ളതല്ല, പക്ഷെ നമുക്ക് പ്രകടമായിട്ട് തോന്നും. പ്രാതിഭാസിക സത്യം. പിന്നെ വ്യാവഹാരിക സത്യം. വ്യാവഹാരിക സത്യത്തിലാണ് ഈ സോഷ്യൽ കൺസ്ട്രക്ട്സ് പോലുള്ള കാര്യങ്ങൾ പറയുന്നത്. അവയ്ക്ക് ഇൻട്രാക്ഷൻ തലത്തിൽ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അബ്സല്യൂട്ട് സത്യം, അബ്സല്യൂട്ട് എക്സിസ്റ്റൻസ്, അത് കോൺഷ്യസ്നെസ് മാത്രമാണെന്നാണ് സ്പിരിച്വാലിറ്റി പറയുന്നത്. എനിവേ, നമ്മളൊരു സ്പിരിച്വൽ ടോക്ക് അല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയായ വ്യാവഹാരിക സത്യം, ഇതിലാണ് സോഷ്യൽ കൺസ്ട്രക്ട്സ് ഒക്കെ വരുന്നത്. സോഷ്യൽ കൺസ്ട്രക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണത്. അവയ്ക്ക് പ്രാധാന്യമുണ്ടോ ഇല്ലയോ, അവയ്ക്ക് പ്രാധാന്യം അതിൻ്റേതായ തലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അതിർത്തികൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കവികളും എഴുത്തുകാരും പിന്നെ പലരും പറയാറുണ്ട്, അതിർത്തികളുടെ ആവശ്യം എന്താണ്? പക്ഷികൾക്ക് അതിർത്തിയുണ്ടോ? ജലത്തിന് അതിർത്തിയുണ്ടോ? വായുവിന് അതിർത്തിയുണ്ടോ? ശരിയാണ്, ജലത്തിനും പക്ഷികൾക്കും വായുവിനും ഒന്നും അതിർത്തിയില്ല. പക്ഷേ റിയൽ ലൈഫിൽ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റായ ഒരു വ്യാവഹാരിക സത്യത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്താവുന്ന അതിർത്തികൾ ഒരു പരിധിവരെയെങ്കിലും ആവശ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന സംഭവങ്ങൾ നമ്മളെ ഒന്നുകൂടി ബോധിപ്പിച്ചിരിക്കുന്നു, അല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് ഭാരതം പോലൊരു രാജ്യത്തിന് നമ്മുടെ അയൽക്കാരായിട്ട് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ബംഗ്ലാദേശ്, അത് കഴിഞ്ഞ് ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ളൊരു രാജ്യമായ ഭാരതത്തിന് ശക്തമായ അതിർത്തികളും ശക്തമായ സൈന്യവും ഡിഫൻസും ഇല്ലാതെ ഒരിക്കലും കഴിയുകയില്ല. ഇനി രാജ്യത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ രാജ്യത്തിന് ശക്തമായ അതിർത്തി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഇത്ര രീതിയിൽ നേരിടാനെല്ലാം കഴിഞ്ഞത്. അതിർത്തികളില്ലായിരുന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അതിർത്തിയുടെ എല്ലാ സുഖസൗകര്യങ്ങളും സുരക്ഷയും നമ്മളത് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിർത്തികൾ വേണ്ട എന്ന് പറയുന്നത്. അത് ഇരട്ടത്താപ്പല്ലേ? അതൊരു പ്രിവിലേജിലിരുന്നു കൊണ്ട് നമ്മൾ പറയുന്ന ഒരു അർത്ഥമില്ലാത്തൊരു ജൽപ്പനമായിട്ടല്ലേ അതിനെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഹൈപ്പർ ഐഡിയലിസം എന്ന് പറയാവുന്ന, കേൾക്കുമ്പോൾ എന്തൊക്കെയോ സുഖം തോന്നുക, എന്നാൽ പ്രാക്ടിക്കലി പറ്റാത്തമായ കാര്യങ്ങളായിട്ട് എനിക്കതിനെ പെടുത്താൻ കഴിയുകയുള്ളൂ. We can talk about it, we can write stories and poems about it, but in real life borders are required at least to an extent. ഇനി രാജ്യത്തിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ നമ്മുടെ വീടുകളുടെ കാര്യം, നമ്മുടെ വീടിന് നമുക്ക് അതിർത്തി വേണ്ടേ? ഈ അതിർത്തി വേണ്ട എന്ന് പറയുന്ന എത്ര പേര് സ്വന്തം വീടിന് മതിൽ കെട്ടാതെ സ്വന്തം ഗേറ്റ് തുറന്നിട്ട് കഴിയും? ഇല്ലല്ലോ, ആരും കഴിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ അതിർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ രാജ്യത്തിന് അതിർത്തി വേണ്ട, സൈന്യം വേണ്ട, പ്രതിരോധം വേണ്ട എന്നൊക്കെ പറയുന്നത് ഇരട്ടത്താപ്പല്ലേ? അത് വെറും പ്രഹസനമല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ വ്യക്തിയാണെങ്കിലും, മുറിയാണെങ്കിലും, വീടാണെങ്കിലും, സ്ഥാപനമാണെങ്കിലും, രാജ്യമാണെങ്കിലും, ഏതാണെങ്കിലും അതിർത്തികൾ വേണ്ടെടുത്ത് അതിൻ്റേതായ തലത്തിൽ അതിർത്തികൾ വേണം. അതുപോലെ തന്നെയാണ് ഏതൊരു സോഷ്യൽ കൺസ്ട്രക്ചറും. ഒരു കാര്യം മനുഷ്യനുണ്ടാക്കിയതല്ലേ എന്നുള്ള ന്യായം വെച്ചിട്ട് അത് വേണ്ട അല്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല എന്ന് വാദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ പണം ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. പണത്തിന്, നോട്ടിന് അബ്സല്യൂട്ട് വിലയില്ല. നമ്മളതെല്ലാവരും അതിൽ ഷെയർഡ് ബിലീഫ് ഉള്ളതുകൊണ്ടാണ് അതിന് വില ഉണ്ടാവുന്നത്. പെർസെ നമുക്ക് വിശന്നാൽ പണം എടുത്ത് കഴിക്കാൻ കഴിയില്ല എന്ന് വെച്ച് പണം വേണ്ട എന്നതിന് അർത്ഥമുണ്ടോ? ന്യായമായ മാർഗ്ഗത്തിൽ കൂടി ഉണ്ടാക്കുന്ന ആവശ്യത്തിന് പണം ഉള്ളതിൽ ഒരു തെറ്റുമില്ല. ന്യായമായ മാർഗം ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ്. ധർമ്മത്തിനനുസരിച്ച് അർത്ഥമാവാം എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ സംസ്കാരം, കൾച്ചർ എന്ന് പറയുന്നത്, കൾച്ചർ പലതരം സാമൂഹികമായ സാംസ്കാരികതകൾ, അതൊക്കെ സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. അബ്സല്യൂട്ട്ലി ഉണ്ടായതല്ല, മനുഷ്യനുണ്ടാക്കിയതാണ്. പക്ഷേ പലപ്പോഴും, പ്രത്യേകിച്ച് ഇന്നത്തെ ഹൈപ്പർ ഇൻഡിവിജ്വലിസ്റ്റിക് വേൾഡിൽ പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളല്ലേ, ഇതിലെന്ത് കാര്യം എന്നുള്ളത്. അപ്പോൾ ചില നിയമങ്ങൾ തെറ്റാണെങ്കിൽ നമുക്കതിനോട് യോജിപ്പില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുള്ള തലങ്ങളിൽ തിരുത്താം. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയത് കൊണ്ട് മാത്രം എല്ലാം പാലിക്കണം എന്നില്ല. പക്ഷേ മനുഷ്യനുണ്ടാക്കിയതാണ് എന്നുള്ളത് ഒരു നിയമത്തിന് യാതൊരു പ്രാധാന്യവുമില്ല, അത് പാലിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള ഒരു ഏകന്യായമല്ല എന്നുള്ളതാണ് പോയിന്റ്. ഒന്നുകൂടി കേൾക്കണം. മനുഷ്യനുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ നമുക്ക് നിരസിക്കാൻ കഴിയില്ല. ആ കാര്യത്തിൽ ന്യായമുണ്ടെങ്കിൽ, അതുകൊണ്ട് ഉപയോഗമുണ്ടെങ്കിൽ, അത് ബാക്കി ആരെയും ദ്രോഹിക്കുന്നതല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അല്ലേ? പൊതു നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം, ബാക്കിയുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നാവരുത് എന്നുള്ളത് മാത്രമാണ് പ്രധാനം.
ഇപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റായ സംസ്കാരമോ ഒന്നുമില്ലെങ്കിൽ മനുഷ്യൻ മൃഗങ്ങളെ പോലെ തന്നെ പെരുമാറിയാൽ അത് ശരിയാവും? ഇല്ലല്ലോ. മൃഗങ്ങളുടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. മൃഗങ്ങൾ ഭക്ഷണത്തിനായിട്ടല്ലാതെ വേറെ ആരും ഉപദ്രവിക്കില്ല. അത്തരത്തിലുള്ള ശീലങ്ങൾ മനുഷ്യൻ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അത് പോട്ടെ. അതല്ലാതെ നമ്മുടെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ്, കൾച്ചർ തുടങ്ങിയ കാര്യങ്ങൾ, പണം, അതിർത്തികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായ കൺസ്ട്രക്ട്സ് ആണ്. ഇതിന് അബ്സല്യൂട്ട് ലെവലിൽ വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അബ്സല്യൂട്ട് ലെവലിലല്ല നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ യാതൊരു അതിർത്തികളും ആവശ്യമില്ലാത്ത ആ ഒരു ലെവലിലേക്ക് നമ്മളെല്ലാവരും ഉയർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, അല്ലേ? ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരാത്തിടത്തോളം കാലം, നമ്മൾ സാധാരണ മനുഷ്യർ സാധാരണ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇവിടെ സൊസൈറ്റി ലെവലിൽ നമുക്ക് സോഷ്യൽ കൺസ്ട്രക്ട്സിൻ്റെ ആവശ്യമുണ്ട്. അത് എവിടം വരെ വേണം, എത്രത്തോളം വേണം, എത്രയൊക്കെ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് വരുത്തണം, എങ്ങനെയൊക്കെയാണ് മാറേണ്ടത്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ഇതൊന്നും ഫിക്സഡ് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളല്ല. ഒരു ഡൈനാമിക് ആയിട്ടുള്ള രീതിയാണ് വേണ്ടത്. നൈതികതയിൽ ഊന്നിയ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഒരു കാര്യം ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എന്നും അത് ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യങ്ങളെ ഒരു ഇരട്ടത്താപ്പിൻ്റെ പുറത്ത്, ഹൈപ്പർ ഐഡിയലിസത്തിൻ്റെ പുറത്ത് എല്ലാ പ്രിവിലേജസും അനുഭവിച്ചുകൊണ്ട് നിരസിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധസമാനമായ ഈ സാഹചര്യം, അതിർത്തികൾ എന്നുള്ളൊരു വിഷയത്തിലൂടെ ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അല്ലേ? ഇപ്പോൾ മാർക്കുകൾ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ് എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും. മാർക്ക് മാത്രമല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം. ഒരു തലം കഴിഞ്ഞാൽ പിന്നെ മാർക്കിന് പ്രസക്തി ഇല്ല എന്നും പറയാം. പക്ഷെ ആ ഒരു തലത്തിൽ മാർക്കിന് പ്രസക്തി ഉണ്ട്, അല്ലേ? SSLCയുടെ മാർക്ക് അതല്ല ജീവിതത്തിൻ്റെ അവസാന മാർക്ക് കിട്ടിയതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. പക്ഷേ അടുത്ത ലെവലിലേക്ക് അഡ്മിഷൻ വേണ്ടി വരുന്ന ഒരു സമയത്ത്, ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഡിവിഷൻ വേണ്ടി വരുന്ന സമയത്ത് ആ മാർക്കിന് പ്രസക്തിയുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിന് പ്രസക്തിയില്ലേ? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ മാർക്കിന് പ്രസക്തിയില്ലേ? ഒബ്വിയസ്ലി നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ നമ്മൾ സാഹചര്യം അനുസരിച്ച് അവരുടെ അനുസരിച്ച് നമ്മളത് രണ്ട് വശവും പറയാം. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൽ അറിഞ്ഞിരിക്കണം അതിൻ്റേതായ തലത്തിൽ എല്ലാ സോഷ്യൽ കൺസ്ട്രക്ട്സിനും പ്രസക്തിയുണ്ട്. അത് അബ്സല്യൂട്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ 3 തലത്തിലുള്ള സത്യങ്ങളെക്കുറിച്ചും യുദ്ധസമാന സാഹചര്യത്തെക്കുറിച്ചും എന്നും പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചത് വാലിഡാണ്. ഞാൻ അടുത്ത കാലങ്ങളിലായിട്ട് കേട്ട ചില ആർട്ടിക്കിൾസിലൊക്കെ ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളല്ലേ, മനുഷ്യൻ ബയോളജിക്കലി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബയോളജിക്കലി നമുക്ക് അലൗഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒരു സാമൂഹികമായ ബാരിയറും ഇല്ലാതെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്താണ് വ്യത്യാസം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ? മനുഷ്യനൊരു സിവിലൈസ്ഡ് കൾച്ചേർഡ് ഗ്രൂപ്പാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ പറയുന്ന കൾച്ചർ, സംസ്കാരം എന്ന് പറയുന്ന കാര്യങ്ങൾ അത് പറയുമ്പോൾ എന്താ പറയുക, സ്റ്റാറ്റിക്കായിട്ട് എല്ലാം ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയോട് യോജിപ്പില്ല. അതേസമയം തന്നെ എല്ലാത്തിനെയും നിരസിക്കുന്ന എന്തുമാവാം എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീം ഹൈപ്പർ ഇൻഡിവിജ്വലിസം, എക്സ്ട്രീം ഭൗതികവാദം, ഇതൊക്കെ അബ്സല്യൂട്ടാണോ, നമ്മളുണ്ടാക്കിയതല്ലേ, അങ്ങനെയായ എന്താ ഇങ്ങനെയായ എന്താ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു രീതിയോടും യോജിപ്പില്ല. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കണില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം when you come across some of the social constructs, just think about these things that I have mentioned. ഓക്കെ, ഇത് ഒരുപാട് വിശദീകരിക്കുന്നില്ല, ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. താങ്ക് യു.